നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. എന്തുകൊണ്ടാണ് മലയാള സിനിമകൾ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെയുള്ള പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത്? 2024 ഇറങ്ങിയ മാർക്കോ, റൈഫിൾ ക്ലബ്ബ്, 2025 ഇപ്പോൾ ഇറങ്ങിയ ഐഡൻറ്റിറ്റി എല്ലാം ഒരേപോലെ സ്വീകരിക്കപ്പെടുന്നു. കാരണം മലയാള സിനിമ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നു. ആ ഒരു ഗണത്തിലേക്കാണ് പുതിയ മലയാള ചലച്ചിത്രം രേഖാചിത്രം പ്ലേസ് ചെയ്യപ്പെടുന്നത്. ജോഫിൻ ടി ചാക്കോയാണ് സംവിധായകൻ. മുൻപ് മമ്മൂട്ടി അഭിനയിച്ച പ്രീസ്റ്റ് എന്ന ചിത്രവും സംവിധാനം ചെയ്തത് ജോഫിൻ ടി ചാക്കോ തന്നെയാണ്. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊരു സബ് ജോണർ തന്നെയുണ്ട്. ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങൾ, ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ മറ്റൊരു വിധത്തിൽ നടന്നാൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക, അതല്ലെങ്കിൽ അവിടെ നടന്നിട്ടുണ്ടാകുക എന്ന ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന എന്തും ഏതും ഇങ്ങനെ ചിത്രീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ രേഖാചിത്രത്തിൽ ഈ ഒരു ജോണർ ഒരു ക്രൈം ത്രില്ലറിൻ്റെ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൂൾ ആയി മാറുന്നു. ജോലി സമയത്ത് ഓൺലൈൻ റമ്മി കളിച്ചതിന് സസ്പെൻഷനിലായ വിവേക് ഗോപിനാഥ് എന്ന ആസിഫ് അലി സസ്പെൻഷന് ശേഷം മലക്കപ്പാറ സ്റ്റേഷനിൽ CI ആയി ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ ഒരു സെൻസേഷണൽ ആത്മഹത്യാ കേസ് അന്വേഷിക്കുവാൻ ആരംഭിക്കുന്നു. വിവേക് ആരംഭിക്കുന്ന ആ ഒരു അന്വേഷണവും അതിനെ കണക്ട് ചെയ്യുന്ന 1985 രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസും അതാണ് ചിത്രത്തിൻ്റെ ഒരു ക്രക്സ്. കാണാതായ ഒരു സ്ത്രീയെ അവസാനം കാണപ്പെടുന്നത് 1985 നിർമ്മിച്ച കാതോട് കാതോരം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിലാണ്. രാമു സുനിലും ജോൺ മന്ത്രിക്കലും ചേർന്നാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈ സിനിമയുടെ ഒന്നാമത്തെ ശക്തി എന്നത് ഈ തിരക്കഥയാണ്. ഇങ്ങനെ രണ്ട് കാലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു കഥയുടെ നറേറ്റീവ് ഏത് സമയത്ത് വേണമെങ്കിലും പാളിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ പറയുന്ന കഥ പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാതെ പോകുകയും ചെയ്യാം. എന്നാൽ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ആ കഥയോടൊപ്പം പ്രേക്ഷകരെ ഒട്ടും മുഷിച്ചിലില്ലാതെ കൊണ്ടുപോകുവാൻ തിരക്കഥയ്ക്ക് ആകുന്നു എന്നതാണ് ഞാൻ ആ പറഞ്ഞ ശക്തി. രണ്ടാമത്തെ ശക്തി ജോഫിൻ ചാക്കോയുടെ സംവിധാനം തന്നെയാണ്. ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവം, അതും ഒരു സിനിമയുടെ ബാക്ക്ഡ്രോപ്പിൽ നടന്ന ഒരു കൊലപാതകവും, ഒപ്പം തന്നെ വർത്തമാനകാലത്തിൽ അതന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രണ്ടിനെയും ഒരേപോലെ കൂട്ടിയിണക്കി എന്താണ് ഏതാണ് എന്ന് പ്രേക്ഷകർക്ക് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ പറയുവാൻ കഴിഞ്ഞ ഒരു കൈയടക്കമാണ് ജോഫിൻ ചാക്കോ ഈ ചിത്രത്തിൽ സൃഷ്ടിക്കുന്ന മാജിക്. 40 വർഷങ്ങൾക്ക് ശേഷം യാതൊരു ക്ലൂവുമില്ലാത്ത ഒരു കോൾഡ് കേസ് അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു മികവാണ് ഈ ത്രില്ലർ ചിത്രത്തിൻ്റെ ഭംഗി. കിട്ടിയ തെളിവുകൾ യഥാവിധി തുന്നിച്ചേർത്തൊരു വ്യക്തിയെ അവസാനം കണ്ട കാതോട് കാതോരം സിനിമയുടെ സെറ്റിലേക്ക് കഥയെ കൊണ്ടുപോകുന്നു. അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന രേഖയുടെ ആസ്പിരേഷൻസ്, അവളുടെ സിനിമയെന്ന സ്വപ്നം, നാളെ മലയാള സിനിമയിലെ ഒരു നായികയാകണമെന്ന ആഗ്രഹം, അത് മുഴുവൻ അനശ്വരയെ കാണിക്കുന്ന ആദ്യ ഷോട്ടിൽ തന്നെ അവളുടെ കണ്ണുകളിൽ നമുക്ക് വ്യക്തമായും കാണുവാനാകും. പള്ളിയിലേക്ക് പടികൾ കയറിപ്പോകുന്ന അനശ്വരയുടെ ആ സമയത്തെ കണ്ണുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതേ ഷോട്ട് പിന്നെയും ആവർത്തിക്കുന്നുമുണ്ട്. ആ കണ്ണുകളെല്ലാം പറയുന്നുണ്ട് മലയാള സിനിമയിൽ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു നടി തന്നെയാണ് അനശ്വര എന്ന് ഒരു കാര്യം നിങ്ങൾ അടിവരയിട്ടുള്ളൂ. ആസിഫ് അലിയുടെ പ്രോട്ടഗോണിസ്റ്റ്. യഥാർത്ഥത്തിൽ 2024 ആസിഫ് അലിയുടെ വർഷമായിരുന്നു. തലവനിൽ തുടങ്ങി ലെവൽ ക്രോസിലൂടെ കിഷ്കിന്ധാകാന്ഡത്തിലൂടെ ഇപ്പോഴിതാ 2025 രേഖാചിത്രത്തിലേക്ക് എത്തുമ്പോൾ ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയത്തിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയരുന്നതാണ് മലയാളികൾ കാണുന്നത്. ഈ സിനിമകളിലെല്ലാം ആസിഫ് അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം വെറുതെ സ്ക്രീനിൽ വന്നു പോകുന്ന ഒരു കഥാപാത്രങ്ങളായിരുന്നില്ല. അതെല്ലാം തന്നെ വൈകാരിക പ്രക്ഷുബ്ധത അനുഭവിക്കുന്നവരായിരുന്നു. എന്നാൽ ആ ഇമോഷണൽ ബാരിയർ തകർത്ത് എന്തിനേയും സധൈര്യം നേരിടുന്ന കരുത്തുറ്റ കഥാപാത്രങ്ങളായി അയാൾ മാറുന്നുമുണ്ട് ഈ സിനിമയിലെല്ലാം. ഈ സിനിമയിലും രേഖ എന്ന പെൺകുട്ടിയുടെ ജീവിതം ഒരു തരത്തിൽ വിവേക് എന്ന ആസിഫ് അവതരിപ്പിച്ച പോലീസുകാരൻ്റെ ജീവിതത്തിലെ പൂരിപ്പിക്കാനാകാത്ത ഒരു സമസ്യ പോലെ അയാളെ ചുറ്റി വരിയുന്നുണ്ട്. എന്നാൽ അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടത് അയാൾ തന്നെയാണ് എന്ന തിരിച്ചറിവും അയാൾക്കുണ്ട്. ഇതെല്ലാം കൈയടക്കത്തോടെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ ആസിഫിന് സാധ്യമായി എന്നതാണ് രേഖാചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. കാതോട് കാതോരം കൂടാതെ മുത്താരം കുന്നു പിയോ എന്ന ചിത്രവും റെഫറൻസായി വരുമ്പോൾ മലയാള സിനിമയിലെ പഴയ കാലത്തെയും ഇക്കാലത്തെയും കുറേ നടന്മാരും സിനിമയിൽ വരുന്നുണ്ട്. സിദ്ദിഖിൻ്റെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാണാം രേഖാചിത്രത്തിൽ. മലയാളത്തിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നടനാണ് മനോജ് കെ ജയൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നല്ല വേഷങ്ങൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. ഇവിടെയും അങ്ങനെയൊന്ന് കാണുവാൻ പറ്റും. അധികം സംഭാഷണങ്ങളൊന്നും ഇല്ല എങ്കിലും
മനോജ് കെ ജയൻ്റേതും എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ്. ഇന്ദ്രൻസും സായ് കുമാറും നിഷാന്ത് സാഗറും മേഘ തോമസും എല്ലാം ചിത്രത്തിൽ വരുന്നുണ്ട്. പുഷ്പമായി വരുന്ന സറിൻ ഷിഹാബിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ ആ ഒരു കഴിവ് ആട്ടം പോലെ ഒരു സിനിമയിലും ഫാമിലി മാൻ വെബ് സീരീസിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെയും അവരുടെ റോൾ അവർ ഗംഭീരമാക്കി. എടുത്തു പറയേണ്ട മറ്റൊന്ന്, പഴയകാല മമ്മൂട്ടിക്ക് ജീവൻ നൽകാൻ AI ഉപയോഗിച്ചതും പെർഫെക്റ്റ് പ്ലേസ്മെൻറ്റ് തന്നെ ആയിരുന്നു എന്നതാണ്. മുജീബ് മജീദിൻ്റെ സ്കോർ അത് ഗംഭീരമാണ്. കഥാഗതിക്കൊത്ത് നീങ്ങുന്ന ഒന്നാണ് ഇവിടെ സ്കോർ. അതേപോലെ അപ്പു പ്രഭാകറിൻ്റെ ക്യാമറ, ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് എല്ലാം ഉഗ്രനാണ്. രണ്ട് കാലങ്ങളെ കൂട്ടിയിണക്കുമ്പോൾ നമുക്കൊരിക്കലും യാതൊരു സംശയമോ കൺഫ്യൂഷനോ ഇല്ലാതെ അത് നിർവഹിക്കുവാൻ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും നന്നായി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കാതോട് കാതോരത്തിൻ്റെ സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആ പള്ളിയും അവിടുത്തെ തോരണങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ പ്രേക്ഷകർ അറിയാതെ അവിടേക്ക് ഈസിയായി കയറി ചെല്ലുകയാണ്. ഇവിടെ ഈ സിനിമയിൽ കാതോട് കാതോരത്തിലെ ദേവദൂതർ പാടി എന്ന ഗാനം വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. പഴയകാല മലയാള സിനിമ, അതിൻ്റെ ചിത്രീകരണം, അവിടെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അവർ വസ്ത്രം മാറുന്ന ഇടങ്ങൾ, അവർ ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ നമ്മൾ കാണാത്ത നമുക്കറിയാത്ത ഇതെല്ലാം വളരെ ഭംഗിയായി നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല, എന്നാൽ ഹൈലി ഇമോഷണലായ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് രേഖാചിത്രം. 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ അത് വർത്തമാനകാലവുമായി കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും, ഈവൻ ആ ഭൂതകാലത്തിലും അത് അന്വേഷിക്കുന്ന ആ നായക കഥാപാത്രത്തിൻ്റെ പ്രസൻസ് അയാൾ അവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. രേഖയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എങ്ങനെയാണ് അവസാനിച്ചത് എന്നൊക്കെ നമുക്ക് ഊഹിക്കുവാൻ കഴിയും. എന്നാൽ ആ പ്രെഡിക്റ്റബിലിറ്റി അതുണ്ടല്ലോ, അതൊരിക്കലും പ്രേക്ഷകർക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ക്യൂരിയോസിറ്റിയെ ഒരു ഘട്ടത്തിലും കുറയ്ക്കുന്നില്ല എന്നതാണ് സ്ക്രീൻ പ്ലേയും സംവിധാനവും നൽകുന്ന ആ ഒരു ബ്രില്യൻസ്. ഒരു ഘട്ടത്തിൽ രേഖയ്ക്ക് സംഭവിച്ച ദുരന്തം അത് പ്രേക്ഷകരുടെ മനസ്സിലേക്കും അവർക്കുണ്ടായ ഒരു ദുരന്തം പോലെ വളരെ പതിയെ പതിയെ സന്നിവേശിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. കുറഞ്ഞൊരർത്ഥത്തിൽ നായകൻ്റെ രേഖയുമായുള്ള ഇമോഷണൽ കണക്റ്റ് നമുക്കും ഉണ്ടാകുന്നുണ്ട്. ഞാൻ സിനിമ കാണുമ്പോൾ ആസിഫിൻ്റെ ബാപ്പയും ഉമ്മയും സിനിമ കാണുവാനുണ്ടായിരുന്നു. നേരത്തെ ലെവൽ ക്രോസ് കാണുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. തീർച്ചയായും ആസിഫിൻ്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനെ ഓർത്ത് അഭിമാനിക്കുവാൻ പറ്റുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഈ ചിത്രവും നൽകുന്നത്. രേഖാചിത്രം, രേഖ എന്ന അനശ്വരയുടെ മാത്രം ചിത്രമല്ല, ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഒരു നേർരേഖയിൽ വരച്ചു കാട്ടുന്ന ഒരു ചിത്രം കൂടിയാണ്. 10-ൽ 8 ഞാൻ കൊടുക്കുന്ന മാർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.